ഈ മൃതദേഹ ഭാഗങ്ങളുള്ള ഡിങ്കി ബോട്ട് പോകുന്നതാണ്. അവിടേക്ക് എന്തിനാണ് ഇത് അടുപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായും വ്യക്തമായ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും അവിടേക്കാണ് ഇതിപ്പോൾ കൊണ്ടുവന്ന് അടുപ്പിക്കുന്നത്. അത് ഈ കൂനയടക്കമുള്ളവ ഇവിടെ നിന്ന് ശേഖരിച്ചിരുന്നു. അത് ഇവിടെ നിന്ന് കൃത്യമായി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ നദിയുടെ നടുവിൽ ഈ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് തന്നെയാണ് ഇവിടെ ഒരു മൺകൂനയായി രൂപപ്പെട്ടിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ മൃതദേഹ ഭാഗമുള്ള ആ ഡിങ്കി ബോട്ട് പോയിരിക്കുകയാണ്. അവിടേക്ക് ഈ വസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് കരയിലേക്ക് വെച്ച് അത് വൃത്തിയാക്കിയ ശേഷമായിരിക്കുമോ കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ SDRFന്റെ ബോട്ട്, ഡിങ്കി ബോട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ ക്യാബിൻ ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്ന തുറമുഖ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ക്യാബിൻ ഇവിടെ പരിശോധിക്കുന്നത് കാണാം. മുബീൻ അടക്കമുള്ള ആളുകളും ഇപ്പോൾ ഈ ക്യാബിന്റെ ഭാഗം പരിശോധിക്കുന്നത്, ഇപ്പോൾ കുനിഞ്ഞിരുന്ന് പരിശോധിക്കുന്നത് കാണാം. എത്രത്തോളം നാശനഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മുബീനും പരിശോധിക്കുന്നുണ്ട്. മൂക്ക് പൊത്തിക്കൊണ്ടാണ് പരിശോധിക്കുന്നത്. അത് സ്വാഭാവികമാണ്. കാരണം ചളിയിൽ ആകെ പുതഞ്ഞു പോയ നിലയിലായിരുന്നു ഈ ട്രക്ക് ഉണ്ടായിരുന്നത്. കാരണം നല്ല ദുർഗന്ധം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിൽ ചളിയുടെ ദുർഗന്ധം ഉണ്ടാകും. മാത്രമല്ല അതിനകത്തൊരു മൃതദേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും അഴുകിപ്പോയ നിലയിലായിരിക്കാനാണ് സാധ്യത. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെതായ ഒരു ദുർഗന്ധം കൂടി അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ കുനിഞ്ഞിരുന്ന് ഈ ലോറി ഉടമകൾ അടക്കമുള്ളവരും തുറമുഖ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും ഒക്കെ ഈ ലോറി എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്ന് പരിശോധിക്കുകയാണ്. ഈ ഡിങ്കി ബോട്ടിൽ നിന്ന് ഇപ്പോൾ നിലവിൽ എല്ലാ ഉദ്യോഗസ്ഥരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്താണ് ഇനി അടുത്ത നടപടിക്രമം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ തുടർ നടപടികൾ എന്താണോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ അവർ പുറത്തേക്ക് ഇറങ്ങി അവിടെ ആ നേരെ എതിർവശത്തുള്ള മൺകൂനയിൽ കാത്തു നിൽക്കുകയാണ്. എന്താണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. നമുക്കത് നോക്കേണ്ടി വരും. കാരണം ആ പ്രദേശത്ത് നിന്ന് അതെന്തെങ്കിലും തരത്തിൽ ക്ലീൻ ചെയ്തെടുത്താണോ കരയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തതയില്ല. പക്ഷെ നിലവിൽ അത് ആ ഡിങ്കി ബോട്ട് പുഴയുടെ നടുക്കുള്ള മൺകൂനയിൽ അടുപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൃതദേഹാവശിഷ്ടങ്ങളുള്ള ഒരു ഭാഗം അവിടെ കരയിലേക്ക് അടുപ്പിച്ച് കെട്ടി നിർത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കരയിലേക്ക് അടുപ്പിച്ച് അവിടെ ആ കല്ലിനോട് ചേർത്ത് ബന്ധിപ്പിക്കാൻ ഇപ്പോൾ ഒരു SDRF ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചിരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.